ക്രിസംഖ്യായ സ്ത്രീയെ അപ്പടിയും കൂടി മോദിനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കണായിരുന്നല്ല. എന്നിട്ട് ഇപ്പൊ കിട്ടിയല്ല ക്രിസ്ത്യാനികൾക്ക് വയർ നിറച്ചി. ക്രിസ്ത്യാനികൾക്ക് എന്ത് കിട്ടിയെന്ന്? FCR നിയമം കൊണ്ടുവന്നേക്കണത് കണ്ട. ബിഷപ്പുമാര് മൊത്തം രംഗത്തിറങ്ങിയിട്ടുണ്ടല്ല, ഇത് പണിയാകുമെന്ന് പറഞ്ഞു. എല്ലാ ബിഷപ്പുമാരും അല്ല, ചില ബിഷപ്പുമാർ രംഗത്തിറങ്ങി എന്ന് പറ, അതാണ് സത്യം. അല്ല, FCR നിയമം വരുന്നത് കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് എന്താണ് പ്രശ്നം? ക്രിസ്ത്യാനികൾ മാത്രമാണോ വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങുന്ന തരത്തിലുള്ള ചാരിറ്റി സംഘടനകളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ഒക്കെ നടത്തുന്നത്? എല്ലാ ആൾക്കാരും നടത്തണുണ്ടല്ലോ. പക്ഷേ പ്രശ്നമായിട്ട് രംഗത്ത് വന്നേക്കുന്നത് ബിഷപ്പുമാരാണല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ? ഇത് ക്രിസ്ത്യാനികൾക്കെതിരെയാണെന്നല്ലേ? അല്ല, അതിന്റെ അർത്ഥം അത് ക്രിസ്ത്യാനികൾക്കെതിരെയാണെന്ന് വരുത്തി തീർക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നുവെന്നാണ്. യഥാർത്ഥത്തിൽ അത് ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രമായിരുന്നെങ്കിൽ മൊത്തം ആളുകളും അതിനുവേണ്ടി രംഗത്തിറങ്ങിയേനെ. ആളുകൾ അങ്ങനെയല്ലോ പറയുന്നത്. വിദേശത്ത് നിന്നും ഇനി ഫണ്ട് സ്വീകരിക്കുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാക്കി. കാരണം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ റീസെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ബേസിക് വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടുകളാണ്. അപ്പൊ ആ ഫണ്ട് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ചാരിറ്റിക്കാണെന്ന് പറഞ്ഞു വന്നാൽ ചാരിറ്റിക്ക് ഉപയോഗിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പിടി വീഴുന്നതിന് മുമ്പ് ആ സ്ഥാപനങ്ങളും ഈ കാശും ഒക്കെ മറ്റിടത്തേക്ക് മാറ്റാനൊന്നും പറ്റില്ല. അത് കൈകാര്യം ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വരുന്നു. ഇത്രയിലുള്ള സംഭവം. ഇതിനെന്തിനാ ക്രിസ്ത്യാനികൾക്കെതിരെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കുന്നത്? വോട്ട് അവർ BJPക്ക് ഇത്തവണ ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണോ? പേടിയൊന്നുമില്ല, പക്ഷെ എവിടെ ഒരു ഭയം. അത് നന്നായിട്ട് നിങ്ങളുടെ പ്രവർത്തകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇടതും വലതും ഒരുമിച്ച് നിന്നുകൊണ്ട് SDPI, PDP, ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകളെയൊക്കെ കൂട്ടിച്ചേർത്ത് വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് BJPക്ക് എതിരെ നിൽക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികൾ എങ്ങാനും BJPക്ക് വോട്ട് ചെയ്താലോ എന്നും പറഞ്ഞുകൊണ്ട് എവിടെയോ നടക്കുന്ന, അവരെ ഒരു രീതിയിലും ബാധിക്കാത്ത, സാധാരണ ക്രിസ്ത്യാനികളെ ഒട്ടും ബാധിക്കാത്ത FCR നിയമം പൊക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ കള്ളക്കളി ജനങ്ങൾ തിരിച്ചറിയും. അവർ പ്രബുദ്ധരാണെന്ന് പറയുന്നത് വെറുതെ അല്ല, അവർക്ക് ബോധമുണ്ട്. അന്തംകമ്മികളെ പോലല്ല.